we will discuss about orientation of a surface. അപ്പോൾ നമ്മൾ സർഫേസ് എന്താണെന്നൊക്കെ കണ്ടു. നമ്മളവിടെ വെക്ടർ ഇൻ്റഗ്രേഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ അതിൽ നമ്മൾ ഓറിയന്റേഷൻ ഒരു സർഫേസിന്റെ ഓറിയന്റേഷൻ എങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യും എന്നാണ് നോക്കാം. ഒരു സ്മൂത്ത് ആയിട്ടുള്ള സർഫേസ് എസ് ആണ് നമ്മുടെ സർഫേസ്. അത് ഓറിയന്റബിൾ അല്ലെങ്കിൽ ഓറിയന്റഡ് സർഫേസ് ആണെന്ന് പറയണമെങ്കിൽ എന്താണ് കണ്ടീഷൻ നോക്കാം. We say a smooth surface S is orientable or is an oriented surface if there exists a continuous unit normal vector n cap. n cap യൂണിറ്റ് നോർമൽ വെക്ടറിനെ നമ്മൾ n വെക്ടർ എന്ന് എഴുതുന്നതിന് പകരം n cap എന്ന് എഴുതാം. Defined at each point xyz on the surface. അപ്പോൾ ഒരു സർഫേസ് സ്മൂത്ത് സർഫേസ് ഓറിയന്റബിൾ ആണെന്ന് അല്ലെങ്കിൽ ഓറിയന്റഡ് സർഫേസ് ആണെന്ന് പറയണമെങ്കിൽ ഓരോ XYZ എന്ന് പറഞ്ഞ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കണ്ടിന്യൂസ് യൂണിറ്റ് നോർമൽ വെക്ടർ n ക്യാപ്പ് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ സ്മൂത്ത് സർഫേസിനെ ഓറിയന്റബിൾ അല്ലെങ്കിൽ ഓറിയന്റഡ് സർഫേസ് എന്ന് പറയും. ഇനി ഓറിയന്റേഷൻ എസ് എന്ന് പറഞ്ഞ സർഫേസിന്റെ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ എൻ എന്ന് പറഞ്ഞ വെക്ടറാണ്. എൻ എന്ന് പറഞ്ഞ യൂണിറ്റ് നോർമൽ വെക്ടറിനെയാണ് നമ്മൾ പറയാ ഓറിയന്റേഷൻ ഓഫ് എസ്. ദ വെക്ടർ ഫീൽഡ് എൻ ക്യാപ് ഓഫ് XYZ ഈസ് കോൾഡ് ദ ഓറിയന്റേഷൻ ഓഫ് എസ്. അപ്പോൾ അതാണ് നമ്മുടെ സർഫേസിന്റെ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു നോട്ടാണ്. ഫസ്റ്റത്തെ നോട്ട് ഇതാണ്. നമ്മുടെ ഓറിയന്റബിൾ സർഫേസ് ഹാസ് ടു ഓറിയന്റേഷൻ എന്നാണ് നോട്ട്. എല്ലാ ഓറിയന്റബിൾ സർഫേസിനും രണ്ട് ഓറിയന്റേഷൻസ് ഉണ്ടാവും. അതെന്തുകൊണ്ടാണ്? സിൻസ് എ യൂണിറ്റ് നോർമൽ ടു ദ സർഫേസ് എസ് അറ്റ് XYZ ക്യാൻ ബി എയ്തർ n of XYZ ഓർ മൈനസ് n of XYZ. അപ്പോൾ ഒരു എസ് എന്ന് പറഞ്ഞ സർഫേസിലെ XYZ എന്ന് പറഞ്ഞ പോയിന്റിലുള്ള യൂണിറ്റ് നോർമൽ എന്ന് പറയുന്നത് ചിലപ്പോൾ പോസിറ്റീവ് n ക്യാപ്പ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് n ക്യാപ്പ് ആവാം. അതുകൊണ്ട് ഓറിയന്റബിൾ സർഫേസിന് ടു ഓറിയന്റേഷൻ ഉണ്ടെന്ന് നമുക്ക് പറയാം. ഇനി രണ്ടാമത്തെ നോട്ട് എന്ന് പറയുന്നതാണ് ഈ സർഫേസ് എസ് ഡിഫൈൻഡ് ബൈ z equal to f of xy has an upward orientation when the unit normals are directed upward. എന്ന് വെച്ചാൽ നമ്മുടെ യൂണിറ്റ് നോർമല് ഡയറക്റ്റഡ് അപ്വേർഡ് ആണെങ്കിൽ, ഡയറക്റ്റഡ് അപ്വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആ യൂണിറ്റ് നോർമലിന്റെ k കമ്പോണന്റ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ z equal to f of xy എന്ന് പറഞ്ഞ ഫംഗ്ഷന്, അത് സർഫേസിനെ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷനാണ്, z equal to f of xy എന്ന് പറഞ്ഞ ഫംഗ്ഷന് അപ്വേർഡ് ഓറിയന്റേഷൻ ആണെന്ന് പറയാം. പോസിറ്റീവ് k കമ്പോണന്റ് ആണെങ്കിൽ, എന്ന് പറഞ്ഞ വെക്ടറിന് പോസിറ്റീവ് k കമ്പോണന്റ് ആണെങ്കിൽ നമ്മൾ അപ്വേർഡ് ഓറിയന്റേഷൻ എന്ന് പറയും. ഇനി അടുത്ത ഡൗൺവേർഡ് ഓറിയന്റേഷൻ എന്ന് നോക്കാം. ആൻഡ് ഹാസ് എ ഡൗൺവേർഡ് ഓറിയന്റേഷൻ when the unit normals are directed downward. ഡയറക്റ്റഡ് ആണെങ്കിൽ എന്താ പറയും? ഡൗൺവേർഡ് ഓറിയന്റേഷൻ. ഡയറക്റ്റഡ് ഡൗൺവേർഡ് എന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് എന്താ പറയാം? നെഗറ്റീവ് k കമ്പോണന്റ്. ദാറ്റ് ഈസ്, അത് നിങ്ങൾ നോട്ട് ചെയ്ത് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, ദാറ്റ് ഈസ് ഹൗ നെഗറ്റീവ് k കമ്പോണൻസ്. ദാറ്റ് ഈസ് ഹൗ നെഗറ്റീവ് k കമ്പോണൻസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് k കമ്പോണന്റ് ആണ് നമ്മുടെ n ക്യാപ്പിനുള്ളതെങ്കിൽ ഡൗൺവേർഡ് ഓറിയന്റേഷൻ ആയിരിക്കും. അതുപോലെ പോസിറ്റീവ് k കമ്പോണന്റ് ആണ് നമ്മുടെ n ക്യാപ്പിനുള്ളതെങ്കിൽ അത് അപ്വേർഡ് ഓറിയന്റേഷൻ ആയിരിക്കും. അപ്പോൾ ഓറിയന്റേഷൻ എന്താന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഗ്രേഡിയന്റ് എന്താ ഡിഫൈൻ ചെയ്യാം. അടുത്ത ഒരു n ക്യാപ്പ് ഒക്കെ ഡിഫൈൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്, അതുകൊണ്ട് നോക്കാം നമുക്ക് എന്താന്ന്. പിന്നെ അടുത്തത് ഒരു റിമാർക്കാണ്. ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇഫ് എ സ്മൂത്ത് സർഫേസ് എസ് ഈസ് ഡിഫൈൻഡ് ബൈ g of xyz equal to 0, then a unit normal is n cap equal to 1 by norm del g into del g.
വേർ ഡെൽ ജി, ഡെൽ എന്ന് പറഞ്ഞാൽ ഗ്രേഡിയന്റ് ആണ്, ഡെൽ ജി ഈക്വൽ ടു ഡോ ജി ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ജി ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ജി ബൈ ഡോ ഇസഡ് കെ ഇസ് ദ ഗ്രേഡിയന്റ് ഓഫ് ജി. അപ്പൊ നമ്മൾ സ്മൂത്ത് സർഫേസിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പല രീതിയിൽ ഡിഫൈൻ ചെയ്യാം. ഒന്ന് z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞ രീതിയിൽ ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ ജി ഓഫ് എക്സ് വൈ z ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ രീതിയിൽ ഡിഫൈൻ ചെയ്യാം അല്ലെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ യൂണിറ്റ് നോർമൽ എങ്ങനെ കണ്ടുപിടിക്കും? എൻ ക്യാപ് ഈക്വൽ ടു 1 ബൈ നോം ഡെൽ ജി ഇൻറ്റു ഡെൽ ജി. ഡെൽ ജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഗ്രേഡിയന്റ് കാണാൻ നമുക്കറിയാം, ഫസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മുടെ സർഫേസ് ഡിഫൈൻഡ് ആയിട്ടുള്ള രണ്ടാമത്തെ രീതി ഞാൻ പറഞ്ഞിരുന്നു, z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞ രീതിയിലാണ് ഡിഫൈൻഡ് ആയിട്ടുള്ളെങ്കിൽ then we can use g of x y z equal to z minus f of x y equal to 0. g of x y z equal to 0 എന്ന് പറഞ്ഞ് ആക്കിയിട്ട് വേണം നമ്മൾ യൂണിറ്റ് നോർമൽ കാണാൻ. അപ്പൊ നമ്മൾ z equal to f of x y എന്ന് പറഞ്ഞ രീതിയിലാണ് സർഫേസ് ഡിഫൈൻഡ് ആയിട്ടുള്ളതെങ്കിൽ അതിൽ നമ്മൾ എന്ത് ചെയ്യും? z മൈനസ് എഫ് ഓഫ് എക്സ് വൈ എടുക്കുക, അത് 0 ആണല്ലോ, അത് നമ്മുടെ g of x y z ആയിട്ട് എടുക്കുക. അപ്പോ അല്ലെങ്കിൽ ജി ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് എഫ് ഓഫ് എക്സ് വൈ സെഡ് മൈനസ് സെഡ് എന്ന് എഴുതാം. അത് നമ്മുടെ ഓറിയന്റേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇതിൽ ഏതെടുക്കണമെന്ന് തീരുമാനിക്കാം. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പൊ അതിങ്ങനെ ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? എൻ ക്യാപ്പ് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങളോട് എൻ ക്യാപ്പ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇത് ഫംഗ്ഷൻ ആയിട്ട് എടുക്കരുത് ഒരിക്കലും. z മൈനസ് എഫ് ഓഫ് എക്സ് വൈ സെഡ് അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ മൈനസ് സെഡ് ആണ് നമ്മൾ എന്തായാലും എടുക്കുക? ജി ഓഫ് എക്സ് വൈ സെഡ് ആയിട്ട് എടുക്കുക. അത് മാറിപ്പോരുത്. അപ്പൊ ഈ രണ്ട് മെത്തേഡും ഓർത്തിരിക്കണം. അപ്പൊ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എക്സാമ്പിൾ ഇതാണ്. കൺസിഡർ ദ സ്ഫിയർ ഓഫ് റേഡിയസ് a ഗ്രേറ്റർ ദാൻ 0 ഡിഫൈൻഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ. അപ്പൊ ഇതാണ് നമ്മുടെ സർഫേസിനെ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ ഇതാണ്. അപ്പൊ നമ്മൾ ഇതിനെ ഒന്ന് മാറ്റി ഡിഫൈൻ ചെയ്യാം. ജി ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഫോമിലേക്ക് മാറ്റുക അല്ലെ. അപ്പൊ ഈ എ സ്ക്വയറിനെ നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഇഫ് വി ഡിഫൈൻ ജി ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഡെൽ ജി നമുക്ക് ഡിഫൈൻ ചെയ്യാം. then del g equal to dou g by dou x I plus dou g by dou y j plus dou g by dou z k. അപ്പൊ dou g by dou x എന്ന് പറയുന്നത് എന്തൊരു വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2x മാത്രം കിട്ടും. 2x I വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുന്നെങ്കിൽ 2y j വിത്ത് റെസ്പെക്ട് ടു z ആണ് ചെയ്യുന്നതെങ്കിൽ 2z k. മറ്റേത് കോൺസ്റ്റന്റ് ആണ് എന്ന് പറയുന്നത്, റേഡിയസ് അല്ലേ, അപ്പൊ അത് കോൺസ്റ്റന്റ് ആയിട്ട് അതങ്ങ് പോവും. അപ്പൊ ഇതാണ് നമ്മുടെ ഡെൽ ജി എന്ന് പറയുന്നത്. ഇനി നോം ഡെൽ ജി കണ്ടുപിടിക്കണം. നോം ഡെൽ ജി എന്ന് പറയുന്നത് എന്തായിരുന്നു? റൂട്ട് ഓഫ് ഇതിന്റെ സ്ക്വയർ 2xന്റെ സ്ക്വയർ 4x സ്ക്വയർ പ്ലസ് 2yന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4y സ്ക്വയർ പ്ലസ് 2zന്റെ സ്ക്വയർ 4z സ്ക്വയർ. ഇതാണ് നമ്മുടെ ഡെൽ ജിന്റെ നോം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. നമുക്ക് 4നെ നമുക്ക് പുറത്തെടുക്കാലോ. റൂട്ട് 4 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആണ്. അപ്പൊ ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്താണ്? എ സ്ക്വയർ ആണ്. അപ്പൊ അതിന് പകരം ഞാൻ എ സ്ക്വയർ ഇട്ട് കൊടുത്തു. റൂട്ട് 4 എ സ്ക്വയർ. അപ്പൊ ഇതിന്റെ റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2a എന്ന് കിട്ടും. അപ്പൊ നോം ഡെൽ ജി എന്ന് പറയുന്നത് 2a ആണ്. അപ്പൊ അത് നമുക്ക് എളുപ്പത്തിൽ സിംപ്ലിഫൈ ചെയ്ത് കിട്ടി, കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടി. അപ്പൊ ദെൻ ഇനി നമ്മൾ രണ്ട് ഓറിയന്റേഷനും കണ്ടുപിടിക്കാം. എൻ ക്യാപ്പും മൈനസ് എൻ ക്യാപ്പും കണ്ടുപിടിക്കാം. Then two orientation of the surface are n cap equal to 1 by norm del g into del g. ഇതൊരു 1 by 2a ആണ് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് നോമിൽ എല്ലായിടത്തും 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. അത് വെച്ചാൽ നമ്മൾ ഡിവൈഡ് ചെയ്യണേ. നമുക്ക് ആദ്യം ഇപ്പൊ ഇങ്ങനെ എഴുതാം.
del g ഡിവൈഡഡ് ബൈ നോം del g എന്ന് ഞാൻ എഴുതാൻ പോകും. അപ്പൊ 2xi പ്ലസ് 2yj പ്ലസ് 2zk ഡിവൈഡഡ് ബൈ 2a ആണ്. 2 കൊണ്ട് മൊത്തത്തിൽ കട്ട് ചെയ്തു, എല്ലായിടത്തും ഉള്ളത് കൊണ്ടാണ് കട്ട് ചെയ്തത് കേട്ടോ. ഒരെണ്ണത്തിൽ മാത്രം ഉള്ളെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യാൻ പാടില്ല, അത് നിങ്ങളൊക്കെ എപ്പോഴും തെറ്റിക്കുന്നതാണ്. അപ്പൊ എന്തുവരും എക്സ് ബൈ എ ഐ പ്ലസ് വൈ ബൈ എ ജി പ്ലസ് സെഡ് ബൈ എ കെ. അപ്പൊ ഇതാണ് ക്യാപിറ്റൽ എൻ ക്യാപ്. ഇനി നെഗറ്റീവ് ആണെങ്കിലോ ആൻഡ് മൈനസ് എൻ ക്യാപ് എന്ന് പറയുന്നത് എന്തുവരും, പിന്നെ നെഗറ്റീവ് മൈനസ് എക്സ് ബൈ എ ഐ മൈനസ് y by a j minus z by a k. ഇതാണ് മൈനസ് എൻ ക്യാപ്. അപ്പൊ ദ വെക്ടർ ഫീൽഡ് n capital N അല്ല സ്മോൾ ലെറ്റർ n ക്യാപ് ഡിഫൈൻസ് ആൻ ഔട്ട്വേർഡ് ഓറിയന്റേഷൻ, whereas n1 equal to ഇതിന് മൈനസ് എൻ ക്യാപ് എന്ന് പറയുന്നത് ഇൻവേർഡ് ഓറിയന്റേഷൻ എന്ന് പറയും. അപ്പം അതിൽ ഔട്ട്വേർഡ് ഓറിയന്റേഷനും ഇത് ഇൻവേർഡ് ഓറിയന്റേഷൻ. അത് നമ്മൾ നേരത്തെ പറഞ്ഞതിൽ കെന്റെ കോഎഫിഷ്യന്റ് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അപ്പോൾ ഇത് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ അപ്വേർഡ് ഓറിയന്റേഷനും ഇത് ഡൗൺവേർഡ് ഓറിയന്റേഷൻ. അതിനെ വേറെ രീതിയിൽ പറയാം, ഇത് ഔട്ട്വേർഡ് ഓറിയന്റേഷനും ഇത് ഇൻവേർഡ് ഓറിയന്റേഷൻ എന്നും പറയാം. അപ്പൊ ഇതാണ് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ നമ്മുടെ എല്ലാ സർഫേസും ഓറിയന്റബിൾ ആവണം നിർബന്ധമില്ല. ഓറിയന്റബിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സർഫേസ് ഓറിയന്റബിൾ ആവണമെങ്കിൽ ഒന്നെങ്കിൽ എൻ ക്യാപ്പിന് എൻ എന്ന് പറഞ്ഞ ഒരു വെക്ടർ ഉണ്ടാവണം, യൂണിറ്റ് നോർമൽ വെക്ടർ ഉണ്ടാവണം അല്ലേ പറയുന്നത്. അപ്പോൾ എല്ലാ സർഫേസും ഓറിയന്റബിൾ ആവണം നിർബന്ധമില്ല, അതൊരു റിമാർക്ക് ആയിട്ട് എഴുതിക്കോ. ഓൾ സർഫേസ് നീഡ് നോട്ട് ബി ഓറിയന്റബിൾ. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ്, ഒരു നോൺ ഓറിയന്റബിൾ സർഫേസ് ആണ് മൊബിയസ് സ്ട്രിപ്പ് എന്ന് പറയും. മൊബിയസ് സ്ട്രിപ്പ്, എ വെൽ നോൺ എക്സാമ്പിൾ ഓഫ് എ നോൺ ഓറിയന്റബിൾ സർഫേസ് ഈസ് ദ മൊബിയസ് സ്ട്രിപ്പ്. മൊബിയസ് സ്ട്രിപ്പ് ഒരു നോൺ ഓറിയന്റബിൾ സർഫേസ് ആണ്. അപ്പൊ അതിനൊരു ഓറിയന്റേഷൻ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പൊ അതെന്താണ് മൊബിയസ് സ്ട്രിപ്പ് എന്ന് അറിയണ്ടേ നമുക്ക്. അപ്പൊ ഞാൻ അതിന്റെ പിക്ചർ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം, അതെനിക്ക് വരച്ചു കഴിഞ്ഞാൽ ശരിക്കും കിട്ടാത്തത് കൊണ്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മൊബിയസ് സ്ട്രിപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഷേപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടുന്ന് ഇങ്ങനെ വളഞ്ഞിട്ട് അങ്ങനെ പോകുന്നത്. അപ്പൊ അതിന്റെ ഡയറക്ഷൻ നോക്കുക, ഒരു പ്രത്യേക ഓറിയന്റേഷൻ നമുക്ക് പറയാൻ പറ്റില്ല. എൻ ക്യാപ്പും മൈനസ് എൻ ക്യാപ്പും ഒക്കെ വെച്ചിട്ട് നമുക്ക് അത് ഓറിയന്റബിൾ ആണെന്ന് പറയാൻ പറ്റില്ല. പല ഡയറക്ഷനാണ്, ഓരോ പോയിന്റിലും നമുക്ക് ഒരു എൻ വെക്ടർ കണ്ടുപിടിക്കാൻ പറ്റണം നിർബന്ധമില്ല. അപ്പൊ ഇങ്ങനത്തെ സ്ട്രിപ്പാണ് ഈ മൊബിയസ് സ്ട്രിപ്പ് എന്ന് പറയുന്നത്. നോൺ ഓറിയന്റബിൾ ആയിരിക്കും, നമുക്ക് ഏതൊരു പോയിന്റ് എടുത്താലും ഒരു എൻ ക്യാപ്പ് കണ്ടുപിടിക്കാൻ കഴിയണം എന്നില്ല ഇങ്ങനത്തെ സ്ട്രിപ്പിൽ. അപ്പോൾ മൊബിയസ് സ്ട്രിപ്പ് എന്ന് പറയുന്നത് നോൺ ഓറിയന്റബിൾ സർഫേസിന് ഒരു എക്സാമ്പിൾ ആണ്. ബാക്കി നമ്മൾ യൂസ് ചെയ്യുന്ന അധികവും ഓറിയന്റബിൾ സർഫേസുകളാണ്, നമ്മൾ യൂസ് ചെയ്യുന്ന അധികം സർഫേസുകളും.